സലാപത്തിലെ പാട്ടുകൾ ചെയ്യാനായിട്ട് അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ഗാനവിഭാഗം പിന്നെ അതിൻ്റെ രചനയും പാട്ടുകളുടെ രചനയും. അപ്പം അന്ന് ഒക്കെ എനിക്ക് സിബി സാറിൻ്റെ മിക്കവാറും പടങ്ങളിൽ മ്യൂസിക് ഡയറക്ടർ ജോൺ സേട്ടനായിരുന്നു. അപ്പോൾ ജോൺ സേട്ടൻ സിബി സാറിൻ്റെ പടത്തിൽ മ്യൂസിക് ചെയ്യാത്ത മ്യൂസിക് ചെയ്യാത്ത ചിത്രങ്ങളിൽ റീറെക്കോർഡിങ് ചെയ്തിരുന്നത് ജോൺ സേട്ടനായിരുന്നു. അപ്പോൾ ജോൺ സേട്ടനായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. കമ്പോസിൻ്റെ സമയത്ത് നമ്മൾ ഉണ്ടാവാറില്ല, കാരണം ഡയറക്ടറും ഒക്കെയാണ് ഉണ്ടാവാറ്. പക്ഷേ റീറെക്കോർഡിങ് തിയേറ്ററിൽ ഞാനെപ്പോഴും ഇങ്ങനെ സജീവമായിട്ടുണ്ടാവും. കാരണം ഞാൻ എപ്പോഴും മനസ്സിൽ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, സിബി സാറോട് വർക്ക് ചെയ്യുമ്പോൾ വിചാരിച്ചു ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഓരോ സെക്ഷൻ, ഇപ്പോൾ എഡിറ്റിംഗ് ആയാലും ക്യാമറ ഒക്കെ ആയാലും അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റീറെക്കോർഡിങ് സമയത്ത് ഞാൻ എന്തായാലും ഈ തിയേറ്ററിലുണ്ടാവും. അപ്പം റീലിട്ട് കാണുന്നു. അപ്പോൾ ഞാനവിടെ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ജോൺസൺ മാഷ് അടുത്ത് സാറ് സീനെ പറ്റി വിവരിക്കുന്നു, അതിൽ വേണ്ട പ്രധാന ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ പറയുന്നു. അങ്ങനെയൊക്കെ. പിന്നെ സിബി സാറ് അതിൻ്റെ വേറെ സോങ് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ ജോൺ സാറിനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജോൺ സാറിന് ഭയങ്കരമായൊരു സൗഹൃദമുണ്ട്. ജോൺ സാറിൻ്റെ ചിരിയും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ കുറേ തമാശകൾ പറയും. തൃശ്ശൂർകാരനാണ്, തൃശ്ശൂർ ഭാഷയാണ് പുള്ളിയാണ്. അങ്ങനെ ഭയങ്കര ഒരു അടുപ്പുണ്ട്. അപ്പോൾ ആരാന്ന് വെച്ചപ്പോൾ ഞാൻ ലോഹിയോട് ഞാൻ പറഞ്ഞു ജോൺസൺ മാഷാണ് എൻ്റെ മനസ്സിലും. അങ്ങനെ ജോൺസൺ മാഷ് ഞങ്ങൾ ഫിക്സ് ചെയ്തു. പിന്നെ ജോൺസൺ മാഷ് എപ്പോഴും കൂടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, അങ്ങനെ കൈതപ്പുറത്ത് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന കാര്യത്തിൽ ഒരു പ്രാവശ്യം ഈ ശബരിമല യാത്രയിൽ ഈ കൈതപ്പുറം തിരുമേനി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ടീം ഫിക്സ് ചെയ്തു. അങ്ങനെ ഓരോ ഏരിയയിൽ പിന്നെ പിന്നീടാണ് അതിൻ്റെ കഥാരചനയാണ് നമുക്ക് ഇതാണ് ഒരു മെയിൻ സ്ട്രീമിൽ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തത്. പിന്നെ അതിൽ ഫൈറ്റ് നമ്മൾ അന്ന് ആലോചിച്ചിട്ടില്ല. അന്ന് ആദ്യത്തെ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഫൈറ്റ് മാസ്റ്റർ എന്ന ആളെന്നാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞ സാധനം പിന്നീട് സീൻ എഴുതി വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം ഉണ്ടാക്കുന്ന ഒരു അടിപിടിയാണ്. നമ്മൾ സിനിമയുടെ ഒരു ഫൈറ്റിൻ്റെ കണ്ടീഷനിൽ നാടൻ. അപ്പോൾ സിനിമ ഷൂട്ടിങ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ബ്ലസ്സി വന്നിട്ട് നേരത്തെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആർട്ട് ഡയറക്ടർ പ്രേമേന്ദ്രനെ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ അന്ന് സത്യേട്ടൻ്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിബി സാറിൻ്റെ പടം ചെയ്തിട്ടുണ്ടെന്നുണ്ട്. പ്രേമേന്ദ്രൻ അയാളെന്ന് എന്നോട് സജസ്റ്റ് ചെയ്തത് ഉണ്ണിയേട്ടനാണ്. ഞാൻ പ്രേമേന്ദ്രൻ കുഴപ്പമില്ല, എനിക്ക് നേരിട്ട് പരിചയമില്ല. എനിക്ക് കൃഷ്ണൻകുട്ടീൻ്റെയാണ് നേരിട്ട് പരിചയം. പക്ഷേ പ്രേമേന്ദ്രൻ നേരത്തെ വരുന്നു. പ്രേമേന്ദ്രനായിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ കമ്പനിയൊന്നു കഥാപശ്ചാത്തലമൊക്കെ പറഞ്ഞു. പ്രേമേന്ദ്രൻ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും. അങ്ങനെ വീടുകൾ. അപ്പോൾ അതിനു മുമ്പ് പ്രേമേന്ദ്രൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രധാന വീടുകളൊന്നായ ഈ ദിവാകരൻ്റെ വീട്, അതായത് മനോജ് കിൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ വീട് ഒരു സാധാരണ വീടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ല ഒരു സാധാരണ കുടിലല്ല, പക്ഷേ കുറച്ചുകൂടി ഓടൊക്കെ ഇട്ടുള്ള ചെറിയ വീട്, ഒരു ചെറിയ ഉമ്മറും ഒക്കെ ആയിട്ടുള്ള. അത് അന്വേഷിച്ചപ്പോൾ ലോഹി എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും നമുക്ക്. അപ്പോൾ ലോഹി കഥാലോചനയിലാണ്, എഴുതിയിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലോഹി പറഞ്ഞിങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ഇവിടെ നോക്കിയാൽ റെയിൽവേ ട്രാക്ക് കാണുന്ന പോലൊരു വീട് കിട്ടിയാൽ നന്നായിരിക്കും. ഞാനത് നോക്കാം നമുക്ക്. അങ്ങനെയാണ് ഷൊർണൂർ നിലമ്പൂർക്കുള്ള ട്രെയിനിൽ ഞാൻ കയറുന്നു ദിവസം. അങ്ങനെ ഒരു സൈഡ് മുഴുവൻ നോക്കി പോകുന്നു. തിരിച്ച് നിലമ്പൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ ഇതേ ട്രെയിൻ തിരിച്ച് ഷൊർണൂർക്ക് വരും. അങ്ങനെ 2 ദിവസം ഞാനങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതാകുന്നൊരു വീട് കിട്ടിയില്ല. കുറേ വീടുകളുണ്ട്, പക്ഷേ അതൊന്നും വലിയ സുഖമായിട്ട് വന്നില്ല. അങ്ങനെ പ്രേമേന്ദ്രൻ വന്നതിന് ശേഷം ഞങ്ങൾ അന്വേഷിച്ച് പോവുകയും അവിടെ കുറേ വീടുണ്ട്. അവിടെ ഒന്നുമില്ല. പിന്നെ ട്രാക്കിൻ്റെ അടുത്ത് കൂടെ നടന്നിട്ട് നോക്കിയപ്പോൾ ട്രാക്കിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു കുഞ്ഞു വീടുണ്ട്. ആ വീടാണ് നമ്മൾ ദിവാരനായിട്ട് കിട്ടുക. അപ്പോൾ അതിന് പിന്നെ അന്ന് കഥയ്ക്ക് വേണ്ടി മണ്ണിൻ്റെ കൊണ്ട് ഒരു തിണ്ണയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് നല്ലൊരു വീട് കിട്ടി. പിന്നെ തർക്കൽവാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പത്മിനി വീടായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു പോർഷനിലാണ് നമ്മൾ ടീച്ചർ വത്സലമേനോൻ ചെയ്ത സംഗീത ടീച്ചറുടെ വീടൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ അവിടെ കുളം, അങ്ങനെ നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അങ്ങനെ ലൊക്കേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. ഈ ലൊക്കേഷൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻസ് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ലോഹി പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഈ മഞ്ജു അവൾ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് അഭിനയിക്കുകയല്ല, സാക്ഷി എന്നുള്ള സിനിമയിൽ ഡയറക്ടർ മോഹൻ സാറിൻ്റെ സാക്ഷി എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഈ മുരളിച്ചേട്ടൻ്റെ മകളായിട്ട് ഒരു കോൺവെൻറ്റിൽ പഠിക്കുന്ന പെൺകുട്ടിയെ മകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു വേഷമാണ്.
അപ്പം അവർക്ക് ഈ കഥയുമായിട്ട് വലിയ കുറച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഇത് നമുക്കൊരു കാര്യം ചെയ്യും വരാൻ പറയുന്നിട്ട് അങ്ങനെ മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും മഞ്ജു ഗിരിജേച്ചിയും മാധവേട്ടനായിട്ട് മഞ്ജു വരും, മാധവേട്ടൻ തിരിച്ചു പോയി. അങ്ങനെ അവരവിടെ ഈ ഷൊർണൂർ ടി വിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരു ദിവസം എന്നോട് ലോഹിർ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മഞ്ജുവിനെയും ഗിരിജേനെയും കൊണ്ടുപോയിക്കോ. അങ്ങനെ കാറിൽ പ്രേമേന്ദ്രനും ഞാനും മഞ്ജും ഒക്കെയാണ് പോകുന്നത്. അങ്ങനെ ലൊക്കേഷൻ കാണുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ഈ ദിവാകരൻ്റെ മൈമൻ ലൊക്കേഷനായി അവിടെ പറഞ്ഞു ഇതാണ് ദിവാകരൻ തന്നെ മനോജ് ചേഞ്ച് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വീട്. എന്നിട്ട് ആ പരിസരം കാണിച്ചു കൊടുക്കുക. അങ്ങനെ തൽക്കാര്യം കാണിച്ചു കൊടുക്കുക. കാരണം ഈ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മഞ്ജുവിന് പിന്നെ റെയിൽവേ ട്രാക്കിലൂടെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. ഞാനും പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു, ഞാനും മഞ്ജു എന്ന് പറഞ്ഞാൽ ഒരു സീൻ ചിലപ്പോൾ ഇതിലെ പ്രധാന കഥ ജൂനിയേഴ്സുമായിട്ട് ഈ ട്രാക്ക് കൂടെ നടന്നു പോകുന്ന സീനുണ്ടാവും. ഈ ഒറ്റ റെയിൽമേ കൂടെ കൈയൊക്കെ വെച്ച് നടക്കാൻ പറ്റും. അങ്ങനെ ഉള്ള ചില ഇതായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു. അത് പിന്നെ അതിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യമാണ്. അങ്ങനെ ഫിക്സ് ചെയ്തു ഷൂട്ടിംഗ് ഡേറ്റ് ഏതാണ്ട്. അപ്പോൾ ലോഹി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എത്രയായത് എന്താണെന്ന്. പക്ഷേ കഥയെപ്പറ്റി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്ത സിനിമകൾ ഏറ്റവും ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന എല്ലാ സിനിമയും പക്ഷേ കഥാപാത്രങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി കൃത്യമായി എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് സിനിമ ഒന്ന് സലാപം തന്നെയാണ്. രാധ എന്ന് പറയുമ്പോൾ രാധനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ദിവാകരനറിയാം, ജോണി യേശുദാസ്, ശശികുമാറിനറിയാം, ചന്ദ്രേട്ടനറിയാം, പത്മിനി, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പല പ്രാവശ്യമുള്ള ലോഹിയുടെ ഒരു പറച്ചില് അതൊക്കെ എൻ്റെ മനസ്സിൽ വളരെ വളരെ ഇതായിട്ട് പ്രകടമായിട്ട് പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഷൂട്ടിംഗ് ഫിക്സ് ചെയ്യുമ്പോൾ ബ്ലസ്സി വരുന്നു. ബ്ലസ്സി വന്നിട്ട് കാര്യങ്ങൾ അതിൻ്റെ ഒരു സിനിമയുടെ വഴി എന്ന് പറയുന്നത് ചാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ദിവസം നമുക്ക് വരും, എത്ര നൈറ്റ് ഡേ, എത്ര ലൊക്കേഷൻസ്. അപ്പോൾ ലൊക്കേഷൻസൊക്കെ ബ്ലസ്സിയും പ്രേമേന്ദ്രനും പോയി കണ്ടിട്ടുണ്ട്. നേരത്തെ ഫിക്സ് ചെയ്ത ലൊക്കേഷൻ ബ്ലസ്സിയൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഫിക്സ് ചെയ്തപ്പം നമുക്ക് സീനുകൾ വായിച്ചു. അപ്പോൾ ഞാൻ ബ്ലസ്സിയോടും ബ്ലസ്സി ഇങ്ങനെ സീനുകളങ്ങനെ മുഴുവൻ എഴുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഒരാഴ്ച മറ്റേ ഉള്ളൂ. തോമസ് സെബാസ്റ്റ്യൻ, അപ്പോൾ നമ്മുടെ എന്താണ് മായ ബസാറൊക്കെ ചെയ്ത മമ്മൂക്കനെ വെച്ച് മായ ബസാർ പിന്നീട് ചെയ്ത തോമസ് സെബാസ്റ്റ്യൻ, അപ്പം ജബിന പ്യാരിയൊക്കെ ചെയ്ത് തോമസ് സെബാസ്റ്റ്യൻ ഒന്ന് സിബി സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം തോമസ് സെബാസ്റ്റ്യനെ വിളിക്കുന്നു, വരാമെന്ന് പറയുന്നു. അങ്ങനെ ബ്ലസ്സി അസോസിയേറ്റ്, പിന്നെ തോമസ് സെബാസ്റ്റ്യൻ, പിന്നെ ബിജു വർക്കി സിബി സാറിൻ്റെ കമലദളം എന്നുള്ള പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിജു വർക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുറേ കഥകളും അയാൾക്കുണ്ട്, കുറേ കണ്ടൻ്റ് ഉള്ള ആളാണ്. അപ്പം ബിജു വർക്കിനെ വിളിക്കുന്നു. അങ്ങനെ 3-4 പേര് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സും അവരൊക്കെ പിന്നീട് വന്നാൽ മതി. ഇവരും തോമസ് സെബാസ്റ്റ്യനും ബ്ലസ്സിയും വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ടിനെ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു ചാർട്ട് സീനുകൾ വരുമ്പം ബ്ലസ്സി പറഞ്ഞു ചാർട്ട് സീനുകളില്ലാതെ നമ്മളെങ്ങനെയാണ് ചാർട്ട്. ഞാൻ പറഞ്ഞു ചാർട്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല, കാരണം ഇപ്പോൾ ഇതിൽ വലിയൊരു ഭയങ്കര ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇതിലില്ല. മാളച്ചേട്ടനാണ് കുറച്ച് കൂടി തന്നു മനസ്ക്ക് ചെയ്യാനും. അതിനൊക്കെ പിന്നെ ഈ പടം കഴിഞ്ഞിട്ട് വേറെ ചെയ്യുന്നുള്ളൂ, വേറെ കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നൊന്നും. എൻ്റെ വറീസ് പോവില്ല നമ്മൾ ഞാനായിട്ടുള്ള സൗഹൃദത്തിൽ. പിന്നെ ആൾക്കാർക്കൊന്നും ചാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മഞ്ജു വാര്യരാണ് അവളുടെ ആദ്യത്തെ പടമാണ്, മുഴുതുള്ള പടം ആദ്യത്തെയാണ്, ദിലീപ്. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പിന്നീട് പലപ്പോഴും അന്വേഷിച്ചിട്ടും ചിന്തിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സിനിമ ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് 11 സീനായിട്ട് തുടങ്ങുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. ഷൂട്ടിങ്ങിന് തലേദിവസം ആകെ 11 സീൻ എഴുതിയിട്ടുള്ളൂ, 10-11 സീൻ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എനിക്കിതിൻ്റെ ഒരു യാതൊരു അങ്കലപ്പില്ല. അപ്പം ബ്ലസ്സി പറഞ്ഞ് നമുക്ക് നമ്മൾ അത് എഴുതി വന്നോളും നമുക്ക് ശരി. അങ്ങനെ ഷൂട്ടിംഗ് ഡേ വരുന്നു, എൻ്റെ പൂജ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് ക്ലാപ്പ് തുടങ്ങുന്നു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാം. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് അപ്പോൾ അന്ന് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഒരു സീനാണ് അന്ന് ഷൂട്ട് ചെയ്തത് ആദ്യ ദിവസം. അത് ഈ ചെത്തൻ രാജപ്പനെ കണ്ട് അയാൾ പാട്ടും കേട്ട് നമ്മൾ ഓടി വരുന്നതും ഓടി നിന്ന് പത്മിനോട് ഇയാളിപ്പോൾ എന്നെ കാണുമ്പം അങ്ങനെ പാട്ടുണ്ടെന്നുണ്ട് പറഞ്ഞു. ഇവരെ കടന്ന് ഈ ചെത്തൻ രാജപ്പൻ കടന്നു പോകുന്നതായിട്ടുള്ളൊരു ചെറിയ സീനാണ്. അത് മാത്രമാണ് അന്ന് ഷൂട്ട് ചെയ്തത്. വേറെ സീൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം മഞ്ജു എന്ന് പറയുന്ന ഈ പുതുവൻ നായികയായിട്ടൊന്ന് ഇടപഴകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ പിറ്റേ ദിവസം അതുപോലെ 1-2 സീനും ചെയ്തത്. പിന്നെയാണത് സീൻ. അങ്ങനെ സിനിമ ഒരു തടസ്സമില്ലാതെ അങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഗിമ്മിക്സുകളില്ലാതെ. അപ്പം എനിക്ക് മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം ചെയ്തു. ഇപ്പം അങ്ങനെ ഒരു ചെറിയ സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ പടങ്ങൾ ജോഷേട്ടനും ഷാജികളും സിബി സാറിൻ്റെയൊക്കെ പടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു
പ്രത്യേകിച്ച് സിബിസാറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് എനിക്ക്, കാരണം വെച്ചാൽ ഈ കഥാപരമായിട്ട് അതാണ് കുറച്ചുകൂടി ഇതാകും. അപ്പോൾ അവർ ഗിമ്മിക്സ് ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. അന്ന് പിന്നെ അങ്ങനെ ഗിമ്മിക്സ് കാണിക്കാനുള്ള എക്യുപ്മെൻസും ഇല്ല. ഉണ്ടായിരുന്നൊരു ക്രെയിനാണ്, ട്രാക്ക് ആൻഡ് ട്രോളി. അങ്ങനെ ആദ്യ ദിവസം അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വളരെ സ്മൂത്ത് തന്നെ. അപ്പോൾ അതിൽ കോഴിക്കോട് ശാരദ വരുന്നു. കോഴിക്കോട് ശാരദ അങ്ങനെ ഒരുപാട് ചുരുത്ത സമയത്ത് ഉണ്ടായ ഒരുപാട് രസകരമായ ഭയങ്കര നല്ലൊരു മൂഡിലാണ് ആ സിനിമ വർക്ക് ചെയ്തത്. ഉണ്ണിയേട്ടൻ്റെ ഫാമിലി ഉണ്ട്, ലോഹിയുടെ ഫാമിലി, സിന്ധുവൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്. ലോഹിയുടെ ഒരു മകനാണ്, താഴെയുള്ള മകനാണ് അതിലൊരു കുട്ടിയായിട്ട് അഭിനയിച്ചത്, ബിന്ദു പണിക്കരുടെ മകനായിട്ട് അഭിനയിച്ചത്. എൻ്റെ വൈഫും എൻ്റെ മോനും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊരു ഒന്നാമത്തെ അത് ഫാമിലിയെ കൊണ്ടുവരാനുള്ളൊരു കാര്യം അത് ഉണ്ണിയേട്ടൻ്റെ ഒരു ഇതാണ്. കാരണം മഞ്ജുവിനൊരു ബേസിക് ഗ്രൗണ്ട് സപ്പോർട്ട് എന്നുള്ള എനിക്ക് ഫാമിലിയായിട്ട് തമാശ, കുട്ടികളായിട്ട് കളിക്കുന്നു, അങ്ങനെ ഷോട്ടന് വരുമ്പോൾ അങ്ങനെ വരുന്നു. അങ്ങനെ എനിക്കൊന്ന് വളരെ സ്മൂത്തായിട്ട് ഷൂട്ടിങ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയി പിന്നെ സ്മൂത്തായിട്ട് അപ്പോൾ എൻ്റെ ഫറീസ് ജോയിൻ ചെയ്തപ്പോൾ പിന്നെ കൂടുതൽ രസകരമായി. മാളച്ചേട്ടൻ വരുന്നു, ഒടുവിൽ ഉണ്ണിയേട്ടനൊക്കെ നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഉണ്ണിയേട്ടനൊക്കെ അങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഈ ഒരു ആദ്യത്തെ 1-2 ദിവസം ഇതിൻ്റെ ടെക്നിക്കാലിറ്റി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഈ ഷോട്ട് എങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും നമ്മൾ എല്ലാവരും ഈശ്വരനെയും ഗുരുവിനെയും നമിച്ചുകൊണ്ട് ആണ് എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പം എനിക്ക് വളരെ ക്ലിയറായിട്ട് അത് ഷൂട്ടിങ്ങിന് വളരെ സുഖമായിട്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കാലത്ത് 7 മണിക്ക് ലൊക്കേഷനിലെത്തുന്നു. ഈ തർക്കൽ വരെയാണ് മെയിൻ ലൊക്കേഷൻ. അവിടെ എത്തുന്നു, അവിടെ ബ്ലെസ്സിയും ബാക്കിയുള്ള നമ്മുടെ എല്ലാവരും എത്തിക്കാണുമല്ലോ, ഡയറക്ടർക്ക് അവസാനമുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നേരത്തെ എത്താം, കാരണം നമ്മളങ്ങനെ ഒരു വലിയൊരു ഡയറക്ടർ എന്നുള്ള ശ്രേണിയിലല്ലല്ലോ നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെന്നാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ബ്ലെസ്സി അപ്പോൾ അതിൽ പാഡിൽ അന്ന് എടുക്കാനുള്ള ഡേസ്, ആ ലൊക്കേഷനിൽ എടുക്കാനുള്ള ഡേ സീൻസ് മുഴുവൻ വെച്ചിട്ടുണ്ടാവും. പിന്നെ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് നമ്മൾ അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ആ സമയത്തിന് എത്തും. അങ്ങനെ ആദ്യത്തെ സീൻ ഇങ്ങനെ കുളം ഞാനത് വർക്ക് ബാബുട്ടിന് വായിച്ച് കേൾപ്പിക്കുന്നു. ഞാനും ബാബുട്ടിനും നേരെ ടിഫിനൊക്കെ വിളമ്പുന്നുണ്ട്. 7 മണിക്ക് വന്നിട്ടുള്ളൂ. ചെറിയൊരു സീൻ ഷൂട്ട് ചെയ്തിട്ട് ടിഫിൻ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ പോകുന്നു. കുളത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കങ്ങനെ തോന്നി അവിടെ ചെന്നിട്ട് നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള വെക്കുന്ന ചില ഷോർട്സ് ഉണ്ടല്ലോ നമ്മൾ സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതൊക്കെ. ജമനന്തിൻ്റെ ഈ കുളക്കടവിൻ്റെ ഇവിടെ വെക്കാതെ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾ വെക്കാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവിടെ ചെറിയ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതിലുണ്ട്. ഞാൻ അവരോട് ചോദിച്ചാൽ ആ മതിലിൻ്റെ ഒരു ഭാഗം കളഞ്ഞ് അവിടെ ക്രെയിൻ ഇട്ട് അതിൻ്റെ ആമൊക്കെ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഷൂട്ടിങ് വളരെ സുഖമായിട്ട് പോകുന്നു, വേറെ കൺഫ്യൂഷൻ ഇല്ലാതെ. മഞ്ജുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ജു സിനിമയിൽ ഡയലോഗ് നേരത്തെ പഠിച്ചിട്ട് മഞ്ജുവിനെ പ്രോംപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മഞ്ജു സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയും. അത് പിന്നീട് സിനിമയിൽ ഡബ്ബിങ് സമയത്ത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരുപാട് കഷ്ടപ്പെട്ടാണ്. കാരണം എൻ്റെ ഈ പ്രോംപ്റ്റ് ചെയ്യണ എൻ്റെ സ്പേസ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകുന്നു. അപ്പം അത് ശ്രീജാനെ ഡബ് ചെയ്തത്. ശ്രീജ എന്ന് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് മഞ്ജുവിനെ ഒന്ന് ഡബ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേക്കിംഗ് സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് സോങ് ഷൂട്ട് ചെയ്യുന്നു. അപ്പം സോങ്ങുകൾ ഷൂട്ട് ചെയ്യുന്നു, ഗാനമുള്ള സോങ്ങുകൾ, അങ്ങനെ ഭയങ്കര രസമായിട്ട് അങ്ങനെ പോയി അങ്ങനെ അതിൽ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഒരുപാട് രസങ്ങൾ. അതിൽ ക്ലൈമാക്സ് സീൻ പലപ്പോഴും നമ്മൾ ഇത് പല രംഗത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്യണം, രാത്രിയാണ്. അതിൻ്റെ ബാക്കി ബിൽഡപ്പ് ഷോട്ട്സ് ഉണ്ട്, ഓടി വരുന്ന ഷോട്ട്, കാലിൻ്റെ ഷോട്ട്, മറ്റേത് ട്രെയിൻ അപ്രോച്ചിങ്, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട സീൻ ഷോട്ട് എന്ന് പറയുന്നത് എന്താണ്, റെയിൽപാളത്തിൽ ഒരു ആത്മഹത്യ ചെയ്യാനായിട്ട് തീവണ്ടിക്ക് തലവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ച നായിക മഞ്ജു വാര്യർ ചെയ്യുന്ന കഥാപാത്രം തലവയ്ക്കാനായിട്ട് പോവുകയും പക്ഷേ അവളെ കടന്നുകൊണ്ട് ആ ട്രാക്കിലല്ല മറ്റേ ട്രാക്കിലൂടെ ആ ട്രെയിൻ കടന്നു പോവുകയും ചെയ്യുന്നു. അത് ഞാൻ നിരാശയിൽ അവൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ചക്രങ്ങൾക്കിടയിലേക്ക് ചാടാൻ വെമ്പുന്നതും അതിന് പരിശ്രമം അത് കണ്ട് ഇവൾ ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടിട്ട് പിന്നാലെ ദിവാരൻ്റെ ക്യാരക്ടർ, മനോജ് ചെയ്യേണ്ട ക്യാരക്ടർ വന്നിട്ടുണ്ട്. അവർ തമ്മിൽ അയാൾ ഓടി വന്ന് ഇവളെ പിടിക്കാൻ ട്രെയിനിൻ്റെ അടിയിൽ പെട്ടു എന്ന് വിചാരിച്ച് ഇയാൾ നോക്കി നോക്കുമ്പോൾ ട്രെയിൻ അപ്പുറത്തുകൂടെ പോയത് എന്നിട്ട് ഇയാൾ ഓടി വരുന്നതും ഇവൾ പിന്നെ ഈ രാധ എന്നുള്ള കഥാപാത്രം ട്രെയിനിൻ്റെ ചക്രങ്ങൾക്കിടയിലേക്ക് മരിക്കാൻ തന്നെ തയ്യാറായിട്ട് അയാൾക്ക് ചാടാൻ ശ്രമിക്കുന്നതും ഇയാൾ തടഞ്ഞു നിർത്തുന്നതായിട്ടൊരു സ്ട്രഗിളാണ് നടക്കുന്നത്. അപ്പോൾ 2 ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചു. അതിന് ഒരു വൈഡും ഒന്ന് അവിടെ ഒരു ഈ ട്രെയിൻ അല്ലെ പാലം കഴിഞ്ഞ് വരുന്ന ട്രെയിനിന് ആ പോർഷനാണ് നമ്മൾ അടുത്ത നേരത്ത് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തുന്ന ട്രെയിനാണ്. അപ്പോൾ അവിടെ ഒരു ക്യാബിനുണ്ട്, ഒരു മറ്റേ ക്യാബിൻ എ
എന്നുണ്ട്. അപ്പോൾ ക്യാബിൻ്റെ മുകളിൽ ഒരു വിൻഡോ, വലിയൊരു വിൻഡോ ഉണ്ട് വീതിയിൽ. അപ്പോൾ അവിടെയാണ് ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊരു വൈഡ് ഷോട്ട്. അങ്ങനെ 2 ആംഗിളിൽ ക്ലോസർ റേഞ്ചും വൈഡ് റേഞ്ചും വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ രാത്രി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള ഷോട്ട്സ് നമ്മൾ വേറെ ദിവസങ്ങളെടുത്ത്. ഇതിൻ്റെ ഈ പോർഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് ട്രെയിൻ ഷൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ ട്യൂബ് ലൈറ്റാണ്. അതിൽ അകത്ത് ലൈറ്റ് ഉണ്ടാവും നല്ല. അതിന് ആ സമയം കണക്കാക്കി ഇതൊക്കെ കഴിഞ്ഞത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ആർട്ടിസ്റ്റ് റെഡിയായി. ട്രെയിൻ വളരെ സ്ലോ ആയിട്ട് വരുന്നത്. കാരണം വെച്ചാൽ സാധാരണ സ്പീഡിന് താഴെയാണ്. കാരണം പാലം കഴിഞ്ഞ് സ്പീഡ് കുറഞ്ഞ് അടുത്ത ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്താനുള്ള സമയം കുറച്ചുള്ളൂ. അപ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ട് അന്ന് ഷൂട്ട് ചെയ്യാം. വേറെ ദിവസം അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് സ്പീഡിലാണ്. അപ്പോൾ അങ്ങനെ അത് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്തതിൻ്റെ സ്ട്രഗിൾ ഇങ്ങനെ പിന്നെ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് മഞ്ജും റെഡിയായി, മനോജും റെഡിയായി. ഓടി മനോജോട് പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്യും, നിങ്ങൾ ബലമായിട്ട് പിടിച്ച് മാറ്റുന്ന പോലെ അഭിനയിച്ചോളൂ, ചാടുന്ന പോലെ ഇവിടെ അഭിനയിക്കും. അങ്ങനെ ഈ ട്രെയിൻ പാസ് ചെയ്ത് നിങ്ങൾ രണ്ടാളും പാസ് ചെയ്ത് കഴിഞ്ഞ ഒരു നിമിഷം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞൊന്ന് ഈ മഞ്ജുവിൻ്റെ ചേട്ടത്ത് അടിക്കുക. അവിടെ നമ്മൾ ഷോട്ട് കട്ടി. അങ്ങനെ അടിച്ചിട്ട് നിൽക്കുന്നിടത്താണ് ഷോട്ട് കട്ടി. പിന്നെ റിഹേഴ്സൽ എന്ന് വെച്ചാൽ ടേക്ക് പോകും. അങ്ങനെ ട്രെയിൻ വരുന്നു, ഷൂട്ടിങ്ങിനൊക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കും. ഞാനൊക്കെ ഭയങ്കര ത്രില്ലടിച്ചു. കാരണം അഭിനയത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ കാറ്റിൽ മുടികൾ പറക്കുന്നു, പാവാട പറക്കുന്നു. മനോജിൻ്റെ സ്ട്രഗിൾ മനോജ് ഭീകരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ട്രെയിൻ പാസ് ചെയ്തു പോയി. ഒരു ചേട്ടത്തടിച്ചു. ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞ് ഷോട്ട് കട്ട് ചെയ്തു. ഷോട്ട് കട്ട് ചെയ്തപ്പം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നിന്നപ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഞ്ജു താഴെട്ടിരിക്കുകയും മനോജ് ആകെ അന്താളിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ മഞ്ജു ഇത് ഈ അഭിനയിച്ചു കൊണ്ടിരുന്നിട്ട് ഈ കുറച്ച് ഓവറായി. കാരണം ഇത് ഒന്നാമത് ഈ ട്രെയിന് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിനിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ അറിയാം, നമ്മൾ ട്രെയിനിലിങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും സാധനം താഴ്ത്തിട്ട് അത് നേരെ ചക്രത്തിൻ്റെ അടിയിലേക്കാണ് പോവുക, പുറത്തേക്കല്ല തെറിക്കുക. ട്രെയിനിൻ്റെ തൊട്ടടുത്തിട്ടാൽ ഒരു സക്കിങ് ഒരു ഫിസിക്സാണ്, ഒരു ഫോഴ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് മഞ്ജു അഭിനയിക്കുന്നതിനപ്പുറം കൂടുതലായിട്ട് അഭിനയിക്കുകയും ഈ ചക്രം സ്പീഡിൽ കറങ്ങുമ്പോൾ അവിടേക്ക് സക്ക് ചെയ്യുന്നൊരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് മഞ്ജുവിന് പിടിക്കാൻ കിട്ടാത്ത പോലെ മനോജിന് പിടിക്കാൻ പറ്റുന്നില്ല. ഒരു നിമിഷം മഞ്ജു അതിൻ്റെ അടിയിലേക്ക് പോകും എന്ന് തന്നെ മനോജ് വിചാരിച്ചു. മനോജിൻ്റെ മുണ്ടൊക്കെ മടക്കി കുത്തി, മുട്ടൊക്കെ അടുത്ത് ഇങ്ങനെ വിറക്കിയായിരുന്നു. ഇവൾ പൊട്ടിക്കരഞ്ഞ് താഴെ ഇരിക്കുന്നു. അങ്ങനെ ഒരു 5-10 മിനിറ്റ് വരെ ഞങ്ങൾ ബ്രേക്കർ ലോഹി അടുത്ത് പോയിട്ട് മഞ്ജുവിനെ ഞാൻ പോയി ഉണ്ണിയായിട്ട് ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ച്. അപ്പം ഒരു ഹിസ്റ്ററിക്കൽ പോലെ ആയിപ്പോയി. അത് ആ സിനിമയിൽ വലിയൊരു കീ സീനാണ്. ഇന്നാണ് ഈ കുറച്ചും കൂടി സാങ്കേതികത കൊണ്ട് ആ സീനുകൾ ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ പറ്റിയനെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാങ്കേതിക അങ്ങനെ അങ്ങനത്തെ സാഹചര്യങ്ങൾ എക്യുപ്മെൻറ്റ്സ് കുറവായിരുന്നു കാലം. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഏതാണ് നിങ്ങൾ മറക്കാൻ പറ്റാത്ത സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് പറയുക, എപ്പോഴും പറയാറുള്ള സാധനം. അങ്ങനെ ആ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു, എൻ്റെ സോങ് കഴിഞ്ഞു. വിചാരിച്ചാലും കുറച്ച് നേരം വൈകിട്ട് നമ്മളൊരു 30 ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് 38-40 ദിവസം എടുക്കേണ്ടി വന്ന സിനിമ ചെയ്യാൻ. ചിലപ്പോൾ എൻ്റെ ഒരു സ്ലോനെസ് മാത്രമല്ല, അതിൻ്റെ ഒരു പേസ് അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നായികനൊന്നും ഗ്രൂം നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഡയലോഗ് പഠിക്കുന്നു, ഡയലോഗ് കണ്ണാടിയുടെ മുമ്പിൽ അവിടെ തറക്കൽ വരത്തൊരു ഡ്രസ്സിങ് ടേബിളുണ്ട്, അവിടെ നിന്ന് മുമ്പിൽ നിൽക്കുക ഡയലോഗ് പറയുകയൊക്കെ ചെയ്ത് ശീലിക്കുന്നുണ്ടായിരുന്നു മഞ്ജു. പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് എല്ലാം പാക്കപ്പായി ഷൂട്ടിങ് കഴിഞ്ഞാൽ എല്ലാവരും പിരിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഒരു സിനിമ ചെയ്തു. ആദ്യത്തെ സിനിമ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ആ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ശൂന്യതയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര അതിൻ്റെ പാക്കപ്പായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരികയൊക്കെ ചെയ്തു. മഞ്ജു കരഞ്ഞു. അങ്ങനെ പല ആൾക്കും വളരെ ഇമോഷണലായിട്ടുണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. വളരെ മോശം. പ്രത്യേകിച്ച് ആരെയും ഇൻവോൾവ്മെൻറ്റ്, എല്ലാ സിനിമയും എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ പോലും എനിക്കെൻ്റെ ഒരു ആദ്യത്തെ സിനിമ എന്നുള്ളൊരു സാധനം. അങ്ങനെ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് അന്ന് തന്നെ ഈവനിങ് ട്രെയിൻ ഞാൻ മദ്രാസിലേക്ക് പോവാണ്.